ഇപ്പോൾ കിട്ടുന്ന വാർത്തകൾ വിശദമായി പരിശോധിക്കാം. ഞാൻ അനുജ, എനിക്കൊപ്പം കേൾവി പരിമിതരെ സഹായിക്കാൻ സോന ജെറിയും. പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ആദ്യം. ആലപ്പുഴയിൽ പ്രസവം നിർത്തൽ ശസ്ത്രക്രിയയ്ക്കിടെ യുവതി മരിച്ചത് ഹൃദയാഘാതത്തെ തുടർന്നെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ശസ്ത്രക്രിയയിലെ സങ്കീർണത കാരണം ആന്തരികാവയവങ്ങളുടെ പ്രവർത്തനം നിലച്ചെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് 31-കാരിയായ ആശാ ശരത് മരിച്ചത്. സംഭവത്തിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടും ഇതുവരെ അന്വേഷിക്കാൻ ആരെയും പോലീസ് ബന്ധപ്പെട്ടില്ലെന്ന് ആശയുടെ കുടുംബം പറഞ്ഞു. അന്വേഷണത്തിന് മെഡിക്കൽ ബോർഡ് രൂപീകരിക്കണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു. ഈ ഒരു ഹോസ്പിറ്റലിനെ ഡിപ്പെൻഡ് ചെയ്ത് കുറേ ആൾക്കാർ, കുറേ പെൺകുട്ടികൾ ഉണ്ട്, വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട്. അവർക്കൊന്നും ഇനി ഈ ഒരു ഗതി വരാൻ പാടില്ല. ഇപ്പം എൻ്റെ നിന്ന് വെച്ചിരിക്കുക 2 പിള്ളേരാണ്. ഇളയാക്ക് ആണെങ്കിൽ ചൂട് കൂടുമ്പോഴത്തേക്ക് ഒരു 6 month ഇത് വരും. FIR രജിസ്റ്റർ ചെയ്തിട്ട് ഇന്ന് ഈ നിമിഷം വരെ ഒരാൾ പോലും ഇവിടെ വന്നിട്ടില്ല. നമ്മളോട് ഒരു എൻക്വയറി നടത്താൻ വേണ്ടി ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പോലും വന്നിട്ടില്ല. FIR രജിസ്റ്റർ ചെയ്തിട്ട് ഇത്രയും ദിവസമായിട്ട് പോലും എന്താണ് ഇതിൻ്റെ കാരണങ്ങളെന്ന് അന്വേഷിക്കാനായിട്ട് നമ്മളൊക്കെ ഇതുമായിട്ട് വരും വന്നിട്ടില്ല. മനീഷ് മഹിപാൽ വിവരങ്ങളുമായി. മനീഷ്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ വിവരങ്ങളാണ് നമ്മൾ അല്പസമയം മുൻപ് പുറത്തുവിട്ടത്. ഈ റിപ്പോർട്ടിൽ നമുക്ക് വ്യക്തമാകുന്നത് എന്താണ്? ഇതിൽ പിഴവുണ്ടായിട്ടുണ്ടോ എന്ന തരത്തിൽ എന്തെങ്കിലും പരാമർശമുണ്ടോ? സങ്കീർണതകൾ മൂലം ഹൃദയാഘാതമുണ്ടായി ശസ്ത്രക്രിയയ്ക്കിടെ എന്നതാണോ? അനുജ, ഈ സംഭവത്തിൽ ആദ്യം പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തെങ്കിലും പിന്നീട് തുടർ അന്വേഷണമൊന്നും ഉണ്ടാകാത്ത ഘട്ടത്തിലാണ് കുടുംബം പോസ്റ്റ്മോർട്ടത്തിന് വിദഗ്ധ ഡോക്ടേഴ്സിന്റെ സാന്നിധ്യം ആവശ്യപ്പെട്ടത്. അങ്ങനെ ഫോറൻസിക് സർജൻ, 2 പോലീസ് സർജന്റെ സാന്നിധ്യത്തിൽ നടത്തിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന മരണത്തിന് കാരണമായിട്ടുള്ള കാര്യം ഒന്ന് ഹൃദയാഘാതമാണ്, ഒന്ന് ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം നിലച്ചു, തലച്ചോറിൽ നീർക്കെട്ടുണ്ടായി തുടങ്ങിയിട്ടുള്ള 3 പ്രധാനപ്പെട്ട കാരണമാണ് മരണത്തിലേക്ക് നയിച്ചത്. പക്ഷേ ആ മരണത്തിലേക്ക് നയിച്ചത് ഈ സർജറിക്കിടയിൽ ഉണ്ടായ ചില സങ്കീർണതകളാണ് എന്നാണ് കുടുംബം, ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. പക്ഷേ സങ്കീർണതകൾ ആശാ ശരത്തിൻ്റെ ശാരീരിക പ്രശ്നം മൂലം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ വ്യാഖ്യാനിക്കാൻ, അതായത് ഈ തരത്തിലുള്ള സങ്കീർണതകൾ ഓപ്പറേഷനിടയിൽ, സർജറിക്കിടയിൽ ഉണ്ടായത് ഒരു ചികിത്സാ പിഴവാണ്, സർജറിക്കിടയിൽ പിഴവെന്ന് തന്നെ വ്യാഖ്യാനിക്കേണ്ടി വരും. കാരണം കഴിഞ്ഞ ഡിസംബർ മാസം 25-നായിരുന്നു ആദ്യം ആശാ ശരത്തിന് സർജറിക്ക് വേണ്ടിയുള്ള തീയതി നിശ്ചയിച്ചത്. അതിൻ്റെ പ്രകാരമൊക്കെ തന്നെ തലേ ദിവസം എല്ലാ വിധത്തിലുമുള്ള പരിശോധനകൾ നടത്തിയിരുന്നു. പിന്നീട് ആ ഡോക്ടർ, സ്ഥിരമായി കൺസൾട്ട് ചെയ്തിരുന്ന വനിതാ ഡോക്ടർ പിന്നീട് ഇല്ലായിരുന്നു. അങ്ങനെ ഓപ്പറേഷൻ മാറ്റിവെച്ച് അത് കഴിഞ്ഞ വെള്ളിയാഴ്ചത്തേക്ക് വെച്ചു. വെള്ളിയാഴ്ചയും ആ വനിതാ ഡോക്ടർ ഇല്ലായിരുന്നു. അങ്ങനെ മറ്റൊരു പുരുഷ ഡോക്ടറായിരുന്നു സർജറിക്ക് നേതൃത്വം നൽകിയത്. അന്നും ഈ പറയുന്ന സർജറിക്ക് വെറും സങ്കീർണതകൾ ഒട്ടും തീരെ ഇല്ലാത്ത താക്കോൽ ദ്വാര ശസ്ത്രക്രിയയാണ്, അതിന് നേതൃത്വം നൽകിയത് പുരുഷ ഡോക്ടറായിരുന്നു. അന്നും ഈ സമാനമായ രീതിയിൽ എല്ലാ പരിശോധനകളും, അതായത് 2 സമയത്തും സർജറിക്ക് മുൻപായി പരിശോധനകൾ നടത്തിയിരുന്നു. അത്തരത്തിലൊരു വിഷയവും, ശാരീരികമായ എന്തെങ്കിലും ഒരു വിഷയം ആശാ ശരത്തിന് ഇല്ലായിരുന്നു. പിന്നീട് സംഭവിച്ച സങ്കീർണത എന്താണെന്ന് ഇനി ഡോക്ടർമാർ തന്നെയാണ് വ്യക്തമാക്കേണ്ടത്. അതുവരെയും ആ ഒരു ഭാഗത്തു നിന്നും, ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള ഒരു വിശദീകരണം ലഭിക്കുന്നത് വരെ ചികിത്സാ പിഴവെന്ന് തന്നെ വ്യാഖ്യാനിക്കുന്നതാണ് അതിൻ്റെ ഒരു യുക്തി. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കുടുംബം ആവശ്യപ്പെടുന്നത് ഇനിയുള്ള അന്വേഷണത്തിൽ ഒരു മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചുകൊണ്ട്, 5-അംഗ മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചുകൊണ്ട് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഏത് തരത്തിലുള്ള സങ്കീർണതയാണ് ഉണ്ടായതെന്ന രീതിയിൽ അന്വേഷിക്കണം. ഒപ്പം തന്നെ അതിൽ നിലവിൽ ഫോറൻസിക് സർജനായിട്ടുള്ള ഡോക്ടർ കൃഷ്ണനെ കൂടി അതിൽ ഉൾപ്പെടുത്തണം തുടങ്ങിയിട്ടുള്ള ആവശ്യങ്ങളാണ്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ആരോഗ്യമന്ത്രി പോലും തങ്ങളെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചിട്ടില്ല. സ്ഥലം MLA H. സലാം പോലും വിളിച്ചിട്ടില്ല. അങ്ങനെ ജനപ്രതിനിധികളടക്കമുള്ള ആളുകൾ ഈ വിഷയത്തിൽ കാണിക്കുന്ന വലിയ അവഗണന, പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തല്ലാതെ മറ്റൊരു അന്വേഷണത്തിനും മുതിരാത്ത ഘട്ടത്തിലായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വിദഗ്ധ ഡോക്ടർമാരുടെ സാന്നിധ്യത്തിൽ വേണമെന്ന ആവശ്യം ഇവർ ഉന്നയിച്ചതും. എന്താണെങ്കിലും അതിൽ പ്രകാരമാണ് മരണകാരണത്തിലേക്ക് നയിച്ചത് ഇത്തരത്തിൽ സങ്കീർണതകൾ ഉണ്ടായി എന്നുള്ളത്. പക്ഷേ ആദ്യഘട്ടത്തിൽ സങ്കീർണതകളൊന്നും ഉണ്ടായില്ല എന്ന വിശദീകരണമായിരുന്നു ഡോക്ടർമാർ നൽകിയത്. ഒപ്പം തന്നെ ആശയെ 1 മണിക്കൂറിലധികം സമയമെടുത്തായിരുന്നു ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായ സമയത്ത് വനിതാ ശിശു ആശുപത്രിയിൽ നിന്ന് വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാൻ 1 മണിക്കൂറേറെ സമയമെടുത്തതും ഒരു പക്ഷേ മരണത്തിലേക്ക് നയിച്ച കാരണങ്ങൾ ഒന്നായി മാറിയേക്കാം. ഇനി ഇത് സംബന്ധിച്ച് കുടുംബത്തിൻ്റെ ആവശ്യം ഒരു മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് അന്വേഷണം നടത്തണമെന്നുള്ളതാണ്. അനുജ, ശരി. ആലപ്പുഴയിൽ പ്രസവം നിർത്തൽ ശസ്ത്രക്രിയയുടെ യുവതി മരിച്ചതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അതിലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങളാണ് മനീഷ് മഹിപാൽ നൽകിയത്. അടുത്ത വാർത്തയിലേക്ക്. പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ ചിത്രങ്ങൾ പങ്കുവച്ചതിന് രാഹുൽ ഗാന്ധിക്കെതിരെ FIR രജിസ്റ്റർ ചെയ്ത് ഡൽഹി പോലീസ്. ഡൽഹി ഹൈക്കോടതിയിലാണ് പോലീസ് ഇക്കാര്യം അറിയിച്ചത്. ട്വീറ്റ് പിൻവലിച്ചതായി രാഹുലിന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു.
ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി. ബൽറാം, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണിതിൽ കുട്ടിയുടെ കുടുംബത്തിൻ്റെ ചിത്രങ്ങൾ പങ്കുവയ്ക്കുക എന്നുള്ളത് കുറ്റകരമാണ്. അത് പക്ഷെ പിൻവലിച്ചു എന്ന് പറയുമ്പോഴും ആ കേസുമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ് പോലീസിൻ്റെ നിലപാട്. അനുജ, 2021 ഓഗസ്റ്റ് 1 ഡൽഹി കന്റോൺമെന്റിൽ വെച്ച് അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തുകയും മൃതദേഹം കത്തിക്കുകയും ചെയ്ത 9 വയസ്സുകാരിയായ ഒരു പെൺകുട്ടിയുടെ മാതാപിതാക്കളുടെ ചിത്രങ്ങൾ പങ്കുവച്ചു എന്നാണ് രാഹുലിന് എതിരായി പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന FIR എന്നുള്ളത്. ഇത് ഡൽഹി കന്റോൺമെന്റിലെ ഒരു ശ്മശാനത്തിലെ പൂജാരിയും സഹായികളുമാണ് ഈ കേസിലെ പ്രതികൾ. ഇവിടെ വലിയ തോതിലുള്ള ജനകീയ പ്രക്ഷോഭം ഈ സംഭവത്തെ തുടർന്ന് ഉണ്ടാവുകയും രാഹുൽ ഗാന്ധി ആ പെൺകുട്ടിയുടെ മാതാപിതാക്കളെ കാണാനായി അവിടെ എത്തുകയും ചെയ്തിരുന്നു. അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് രാഹുൽ നിൽക്കുന്ന ചിത്രങ്ങളാണ് അദ്ദേഹത്തിൻ്റെ എക്സ് അക്കൗണ്ടിൽ, അന്നത്തെ ട്വിറ്റർ അക്കൗണ്ടിൽ പങ്കുവച്ചിരുന്നത്. അത് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. എന്നാൽ ഇതിൽ പോലീസ് രാഹുലിനെതിരെ കേസെടുക്കണം എന്ന ആവശ്യം ദേശീയ ബാലാവകാശ കമ്മീഷൻ ഉൾപ്പെടെ ആ ഘട്ടത്തിൽ ഉന്നയിച്ചിരുന്നു. എങ്കിൽ പോലും കേസെടുത്തതായുള്ള വിവരങ്ങളോ രാഹുൽ ഗാന്ധിയിൽ നിന്ന് അതിന് ആവശ്യമായ വിവരങ്ങൾ തേടിയതായോ ഇതുവരെയും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇതേ കേസിൽ ഈ ചിത്രങ്ങൾ പങ്കുവച്ച കാര്യം ഉന്നയിച്ചുകൊണ്ട് രാഹുലിനെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഒരു പൊതു താൽപര്യ ഹർജിയിലാണ് ഡൽഹി പോലീസ് രാഹുലിനെതിരെ 2021 സെപ്റ്റംബറിൽ തന്നെ ഇക്കാര്യത്തിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം കോടതിയെ അറിയിച്ചത്. എന്നാൽ രാഹുലിൻ്റെ അഭിഭാഷക രാഹുൽ ഈ ചിത്രങ്ങൾ സ്വയം തന്നെ അത് നീക്കം ചെയ്തു എന്നും രാജ്യത്തിനകത്തും പുറത്തുമുള്ള ഉപഭോക്താക്കൾക്ക് നിലവിൽ ആ ചിത്രങ്ങൾ കാണാൻ കഴിയില്ല എന്നും വ്യക്തമാക്കി. എന്തായാലും ഈ പൊതു താൽപര്യ ഹർജി തീർപ്പാക്കിയിരിക്കുന്നു. അതേസമയം എന്നാൽ രാഹുലിനെതിരെ ഈ സംഭവത്തിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് ഡൽഹി പോലീസിന്റെ നിലപാട്. ശരി ബൽറാം, തുടരുക. മറ്റൊരു വാർത്തയുടെ വിശദാംശം കൂടി തേടാൻ ഞാൻ ഉടനെത്തും. രാഹുൽ ഗാന്ധിക്കെതിരെ പരിഹാസവുമായി അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ. അക്രമം നടത്താൻ കോൺഗ്രസ് പ്രവർത്തകരെ പ്രേരിപ്പിച്ച ശേഷം രാഹുൽ ഗാന്ധി ബസ് ഉപേക്ഷിച്ച് കാറിൽ ഹജോയിലേക്ക് പോയെന്ന് ഹിമന്ത ബിശ്വ ശർമ്മ ആരോപിച്ചു. രാഹുൽ ഭീരുവാണെന്നും അസം മുഖ്യമന്ത്രി പരിഹസിച്ചു. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി. ബൽറാം, ഇന്നലെ ഹിമന്ത ബിശ്വ ശർമ്മയെ ഏറ്റവും വലിയ അഴിമതിക്കാരൻ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധി വിശേഷിപ്പിച്ചത്. ഇന്നിപ്പോൾ തിരികെ പരിഹാസ രൂപേണ അസം മുഖ്യമന്ത്രി സൂചിപ്പിക്കുന്നത് എന്താണ്? അനുജ, ഈ ജനുവരി 18 ഭാരത് ജോഡോ ന്യായ യാത്ര അസമിൽ പ്രവേശിച്ചത് മുതൽ തന്നെ രാഹുൽ ഉന്നയിക്കുന്നത് രാജ്യത്തെ ഏറ്റവും അഴിമതി നിറഞ്ഞ സർക്കാർ അസമിലേതാണ്, മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയാണ് എന്നുള്ളതാണ്. അപ്പോൾ മുതൽ ആരംഭിച്ച വാക്പോര് ഒടുവിൽ രാഹുലിനെതിരെ കേസെടുക്കാൻ നിർദ്ദേശിച്ചതും കേസെടുത്തതായുള്ള വിവരങ്ങളും മുഖ്യമന്ത്രി പങ്കുവയ്ക്കുന്ന അത്യപൂർവമായ സാഹചര്യം പോലും കഴിഞ്ഞ ദിവസം ഉണ്ടായി. അതിനുശേഷം ഇന്നാണ് രാഹുലിനെ പരിഹസിച്ചുകൊണ്ട് അദ്ദേഹം രംഗത്ത് വന്നിരിക്കുന്നത്. അല്പസമയം മുമ്പ് അദ്ദേഹം എക്സ് അക്കൗണ്ടിലൂടെ പങ്കുവച്ച സന്ദേശത്തിൽ രാഹുൽ ഗാന്ധിയെ ഭീരു എന്നാണ് വിശേഷിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം കേസെടുത്തതിന് പിന്നാലെ രാഹുൽ ഗാന്ധി മറ്റ് കോൺഗ്രസ് പ്രവർത്തകരെ പ്രകോപിതരാക്കി അക്രമത്തിന് ഇളക്കിവിട്ട രാഹുൽ ഗാന്ധി ബസ് ഉപേക്ഷിച്ചുകൊണ്ട് കാറിലാണ് ഹജോയിലേക്ക് പോയിരിക്കുന്നത് എന്നുള്ളതാണ് ഹിമന്ത തൻ്റെ എക്സ് സന്ദേശത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. രാഹുൽ ഇന്ന് ഹജോയിലേക്ക് സന്ദർശനം കാറിൽ ആക്കിയതിനെയാണ് അദ്ദേഹം പരിഹസിച്ചിരിക്കുന്നത്. ഭീരു എന്നതിന് പുതിയ വ്യാഖ്യാനം രാഹുൽ തീർത്തിരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പരിഹാസം. അനുജ, ശരി. രാഹുൽ ഗാന്ധിയെ ഭീരുവെന്ന് വിളിച്ച് ഹിമന്ത് ബിശ്വ ശർമ്മ. ബിനീഷ് കോടിയേരിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുകയാണ്. ബിനീഷിന് പങ്കാളിത്തമുള്ള കമ്പനികളുമായി ബന്ധപ്പെട്ട ഫെമ കേസുകളിലാണ് ചോദ്യം ചെയ്യൽ. കഴിഞ്ഞയാഴ്ച സമൻസ് നൽകിയിരുന്നുവെങ്കിലും ബിനീഷ് ഹാജരായിരുന്നില്ല. ശ്യാംകുമാർ വിവരങ്ങളുമായി. ശ്യാംകുമാർ, എത്ര മണിക്കൂറായി ചോദ്യം ചെയ്യൽ തുടരുകയാണ്? എന്താണ് കേസ്? വിദേശ നാണ്യ വിനിമയ ചട്ടത്തിന്റെ ലംഘനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ബിനീഷ് കോടിയേരിയെ ഇഡി ചോദ്യം ചെയ്യുന്നത്. ഇന്ന് രാവിലെ 10:30 ബിനീഷ് കോടിയേരി ഇഡിയുടെ ഓഫീസിലേക്ക് എത്തിയത്. ഇതിനു മുൻപ് ബിനീഷ് കോടിയേരിക്ക് ഈ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് ഇഡി നോട്ടീസ് നൽകിയിരുന്നു. അന്ന് ഹാജരായില്ലായിരുന്നു ബിനീഷ് കോടിയേരി. അതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെ എത്തുന്നത്. ഏകദേശം 5 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു ബിനീഷ് കോടിയേരിയുടെ ചോദ്യം ചെയ്യൽ ആരംഭിച്ചിട്ട്. വിവിധ കമ്പനികളിലെ നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ് ബിനീഷ് കോടിയേരിയോട്
ED ഉദ്യോഗസ്ഥർ വിശദാംശങ്ങൾ തിരക്കുന്നതെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ വിദേശ നാണ്യ ചട്ടങ്ങളുടെ ലംഘനം ഉണ്ടായിട്ടുണ്ട്. ഈ പണം വന്ന സ്രോതസ്, ഇതിന് ഏതൊക്കെ മാർഗത്തിലൂടെയാണ് നിക്ഷേപം നടത്തിയത് എന്നുള്ള കാര്യങ്ങളാണ് വിശദാംശങ്ങൾ നൽകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള രേഖകളടക്കം ED ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നുണ്ട് എന്നുള്ള സൂചനയും ലഭ്യമാകുന്നുണ്ട്. ഏതായാലും ബിനീഷ് കോടിയേരിയുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. വിശദാംശങ്ങൾ ഉൾപ്പെടെ ചോദ്യം ചെയ്യലിന് ശേഷം മാത്രമേ വ്യക്തമാവുകയുള്ളൂ. ഏത് കേസിലാണ് ഇപ്പോൾ ബിനീഷ് കോടിയേരിയെ വിളിച്ചു വരുത്തിയിരിക്കുന്നത് എന്നുൾപ്പെടെയുള്ള വിവരങ്ങൾ ED പുറത്തുവിട്ടിട്ടില്ല. പുതുതായി രജിസ്റ്റർ ചെയ്ത കേസിലാണോ, മുൻപ് എടുത്തിരുന്ന ഏതെങ്കിലും കേസിലാണോ എന്നടക്കമുള്ള വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. ഏതായാലും നിലവിൽ കൊച്ചിയിലെ ED ഓഫീസിൽ ബിനീഷ് കോടിയേരിയുടെ ചോദ്യം ചെയ്യൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. EDയുടെ കൊച്ചി ഓഫീസിലാണ് ബിനീഷ് കോടിയേരിയെ ചോദ്യം ചെയ്യുന്ന ഫെമ നിയമലംഘന കേസിലാണ് ചോദ്യം ചെയ്യൽ. മറ്റൊരു വാർത്ത, അടുത്ത മാസം 16 ഭാരത് ബന്ദിന് ആഹ്വാനം ചെയ്ത് ഭാരതീയ കിസാൻ യൂണിയൻ. സംയുക്ത കിസാൻ മോർച്ചയുടെ പിന്തുണ ബന്ദിനുണ്ടെന്ന് ഭാരതീയ കിസാൻ യൂണിയൻ നേതാവ് രാകേഷ് ടിക്കായത്ത് പറഞ്ഞു. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി. ബൽറാം, തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മറ്റൊരു സമരത്തിലേക്ക് പോവുകയാണ് കർഷക സംഘടനകൾ എന്നതിന്റെ സൂചനയാണോ ഇത്? അനുജ, തീർച്ചയായും ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കേന്ദ്ര സർക്കാരിനെയും BJPയും പ്രതിരോധത്തിലാക്കുന്ന ഒരു നീക്കമാണ് കർഷക സംഘടനകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഫെബ്രുവരി 16 ഭാരത് ബന്ദ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഭാരതീയ കിസാൻ യൂണിയൻ. ഭാരതീയ കിസാൻ യൂണിയൻ അധ്യക്ഷൻ രാകേഷ് ടിക്കായത്താണ് ഇക്കാര്യം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ടിക്കായത്തിന്റെ സംഘടനയ്ക്ക് ഉത്തർപ്രദേശ്, പഞ്ചാബ്, ഹരിയാന അടക്കമുള്ള സംസ്ഥാനങ്ങളിലാണ് ശക്തി കേന്ദ്രം എങ്കിൽ രാജ്യത്തെ മുഴുവൻ കർഷക സംഘടനകളുടെയും ഐക്യമായ സംയുക്ത കിസാൻ മോർച്ചയുടെ പൂർണ്ണ പിന്തുണയും ഈ ഭാരത് ബന്ദിനുണ്ട് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ രാജ്യത്തെ തൊഴിലാളികൾ, ഇതുകൂടാതെ വ്യവസായികൾ, മറ്റ് ചരക്ക് നീക്കം നടത്തുന്ന തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവരുടെ പിന്തുണയുണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം. ഡൽഹി അതിർത്തികളിലെ കർഷക പ്രക്ഷോഭം നിർത്തുമ്പോൾ സർക്കാർ നൽകിയ വാഗ്ദാനമാണ് മിനിമം താങ്ങുവില സംബന്ധിച്ചുള്ള നിയമം നടപ്പാക്കുമെന്ന്. അക്കാര്യത്തിൽ യാതൊരു നടപടിയും ഉണ്ടായില്ല എന്നതടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഭാരതീയ കിസാൻ യൂണിയൻ ഫെബ്രുവരി 16 ഭാരത് ബന്ദ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കർഷക സംഘടനകളുടെ നേതൃത്വത്തിലാണ് അടുത്ത മാസം 16 ഭാരത് ബന്ദിന് ആഹ്വാനം നൽകിയിരിക്കുന്നത്. പാലാ നഗരസഭയിലെ എയർപോർട്ട് മോഷ്ടിച്ചത് CPIM കൗൺസിലർ ബിനു പുളിക്കക്കണ്ടമാണെന്ന് വെളിപ്പെടുത്തൽ. നഗരസഭാ കൗൺസിൽ യോഗത്തിലാണ് CPIM കൗൺസിലർക്കെതിരെ മാണി വിഭാഗം നേതാവ് ജോസ് ചീരാങ്കുഴി ആരോപണം ഉന്നയിച്ചത്. എന്നാൽ പോലീസ് അന്വേഷിക്കണമെന്ന് ആരോപണ വിധേയനായ ബിനു പുളിക്കക്കണ്ടം ആവശ്യപ്പെട്ടു. ടോബി ജോൺസൺ വിവരങ്ങളുമായി. ടോബി, എന്താണിപ്പോൾ നിലവിൽ മാണി വിഭാഗം ഉന്നയിച്ചിട്ടുള്ള ആരോപണം? അനുജ, പാലാ നഗരസഭയിലെ എയർപോർട്ട് മോഷണം പോയ സംഭവത്തിൽ വലിയ അഭ്യൂഹങ്ങൾ നിലനിന്നിരുന്നു. പ്രധാനമായും ഭരണപക്ഷത്തേക്ക് തന്നെ അവസാനം ഇതിന്റെ ഒരു ആരോപണം ഉയർന്നു വന്നിരുന്നു. ഭരണപക്ഷത്തുള്ള രണ്ട് കക്ഷികൾ, പ്രധാന കക്ഷികളായിട്ടുള്ള CPM അതുപോലെ തന്നെ കേരള കോൺഗ്രസും തമ്മിലുള്ള ഒരു തർക്കത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് ഏറ്റവും അവസാനം ഇന്നത്തെ കൗൺസിലിൽ അങ്ങനെ തർക്കമുണ്ട്. അങ്ങനെയാണ് കേരള കോൺഗ്രസിന്റെ കൗൺസിലറായിട്ടുള്ള ജോസ് ചീരാങ്കുഴി അദ്ദേഹത്തിന്റെ എയർപോർട്ട് ഈ ബിനു പുളിക്കക്കണ്ടമാണ് എടുത്തത് എന്നുള്ളൊരു ആക്ഷേപം ഇന്ന് ഉന്നയിച്ചത്. ഉടൻ തന്നെ ഇതിനെ ബിനു പുളിക്കക്കണ്ടം എതിർക്കുകയും ചെയ്തു. അങ്ങനെ വലിയൊരു തർക്കത്തിലേക്ക് പോയി. തുടർന്നാണ് പോലീസിൽ ഒരു പരാതി ബിനു പുളിക്കക്കണ്ടം ഇതിന്റെ സത്യാവസ്ഥ അറിയണമെന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. എന്തായാലും വലിയൊരു ചർച്ചയും വിവാദവുമായി മാറിയ ഒരു സംഭവമായി ഇപ്പോൾ ഈ എയർപോർട്ട് മാറിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം തന്നെ UDF കൗൺസിലർമാരല്ല, അതായത് പ്രതിപക്ഷത്തുള്ളവരല്ല എടുത്തത് എന്ന് അവരൊരു രേഖാമൂലം കത്ത് ചെയർമാന് കൈമാറിയിരുന്നു. അതിനെ തുടർന്നാണ് ഭരണപക്ഷത്തുള്ള ഈ CPM കേരള കോൺഗ്രസ് കൗൺസിലർമാർക്കെതിരെ ഈ സംശയത്തിന് മുന നീണ്ടത്. അതിനിടയിലാണ് ഇപ്പോൾ അദ്ദേഹം തന്നെ ഈ എയർപോർട്ടിന്റെ ഉടമസ്ഥനായിട്ടുള്ള ജോസ് ചീരാങ്കുഴി തന്നെ ഇന്നത്തെ കൗൺസിൽ യോഗത്തിൽ ഇത് CPMന്റെ കൗൺസിലറായിട്ടുള്ള ബിനു പുളിക്കക്കണ്ടമാണ് എടുത്തതെന്ന് വ്യക്തമാക്കിയത്. എന്തായാലും ഇതൊരു രാഷ്ട്രീയ പോരിലേക്ക് കൂടി കാര്യങ്ങൾ പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ പാലാ നഗരസഭയിൽ ഉടലെടുത്തിരിക്കുന്നത്. പാലാ നഗരസഭയിലെ എയർപോർട്ട് വിവാദം കൊഴുക്കുന്നു. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്ക് പരുക്ക്. മറ്റൊരു വാഹനവുമായി കൂട്ടിയിടിക്കുന്നത് ഒഴിവാക്കാൻ മമതാ ബാനർജിയുടെ കാർ സഡൻ ബ്രേക്ക് ഇട്ടതാണ് അപകടത്തിന് കാരണം. നെറ്റിയിൽ പരുക്കേറ്റ മമതയെ കൊൽക്കത്തയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബൽറാം നെടുങ്ങാടിയിലേക്ക് വീണ്ടും. ബൽറാം, പരുക്ക് ഗുരുതരമല്ല എന്ന് കരുതാം അല്ലേ?
അനുജ, മമതാ ബാനർജിയുടെ പരിക്ക് ഗുരുതരമല്ല എന്ന് തന്നെയാണ് ആശുപത്രി വൃത്തങ്ങളിൽ നിന്നും തൃണമൂൽ കേന്ദ്രങ്ങളിൽ നിന്നും അറിയാൻ കഴിയുന്നത്. മമത ഇന്ന് ബർധമാൻ ജില്ലയിലെ ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുത്ത ശേഷം മടങ്ങുന്നതിനിടെയാണ് അപകടം ഉണ്ടായത്. മോശം കാലാവസ്ഥയെ തുടർന്ന് മമതാ ബാനർജിക്ക് ഹെലികോപ്റ്ററിൽ സഞ്ചരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. തുടർന്നാണ് യാത്ര കാറിൽ തന്നെയാക്കാനുള്ള തീരുമാനമെടുത്തത്. കാറിൽ ഡ്രൈവറോടൊപ്പം ഫ്രണ്ട് സീറ്റിൽ ഇരുന്നായിരുന്നു മമതാ ബാനർജി യാത്ര ചെയ്തിരുന്നത്. അതിനിടെ പെട്ടെന്ന് റോഡ് ദേശീയപാതയിലേക്ക് കടക്കുന്നതിനിടെ മറ്റൊരു വാഹനവുമായി കൂട്ടിയിടിക്കുന്നത് ഒഴിവാക്കുന്നതിനായി ഡ്രൈവർ സഡൻ ബ്രേക്ക് ഇട്ടതോടെയാണ് മമതയുടെ തല വിൻഷീൽഡിൽ ഇടിച്ചത്. തുടർന്ന് മമതയ്ക്ക് നെറ്റിയിൽ പരിക്കേറ്റു. കൊൽക്കത്തയിലെ ആശുപത്രിയിൽ മമതയെ പ്രവേശിപ്പിച്ച് പ്രാഥമിക ചികിത്സകൾ നൽകി എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം. പരിക്ക് സാരമല്ല എന്നും മമതയ്ക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നുമില്ല എന്നുമാണ് തൃണമൂൽ കേന്ദ്രങ്ങൾ അറിയിക്കുന്നത്. വാഹനാപകടത്തിൽ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്ക് പരുക്കേറ്റു, എന്നാൽ പരുക്ക് ഗുരുതരമല്ല എന്നതാണ് വിവരം. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് നേരെ വീണ്ടും കരിങ്കൊടി പ്രതിഷേധം. SFI പ്രവർത്തകരാണ് പാലക്കാട്ട് വെച്ച് കരിങ്കൊടി കാട്ടിയത്. നിഖിൽ പ്രമേഷ് വിവരങ്ങളുമായി. നിഖിൽ, ഈ പ്രവർത്തകരെല്ലാം പോലീസ് അവിടെ നിന്ന് നീക്കം ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എങ്ങനെയായിരുന്നു പ്രതിഷേധം? അനുജ, പാലക്കാട് ഒരു സ്വകാര്യ ചടങ്ങിലെത്തിയപ്പോൾ ചിന്മയ മിഷൻ സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയപ്പോഴായിരുന്നു ഗവർണർക്ക് നേരെ SFIയുടെ ഭാഗത്തുനിന്ന് പ്രതിഷേധമുണ്ടായത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ആ ചടങ്ങിൽ ഗവർണർ പങ്കെടുക്കുന്ന വേദിയിൽ അദ്ദേഹം ഉദ്ഘാടന ചടങ്ങിന് വേണ്ടി എത്തിയിരിക്കുകയാണ്. അല്പസമയത്തിനകം ഉദ്ഘാടന ചടങ്ങിലേക്ക് കടക്കും. അതിനുവേണ്ടി എത്തിച്ചേരുമ്പോഴായിരുന്നു ഗവർണർക്ക് നേരെ പ്രതിഷേധമുയർത്തുന്ന സാഹചര്യം ഉണ്ടായത്. പലയിടങ്ങളിലായി പ്രവർത്തകർ തടിച്ചുകൂടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. കൃത്യമായി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ പോലീസിന് പല ഘട്ടങ്ങളിലും സാധിച്ചിരുന്നു. എന്നാൽ ഗവർണറുടെ വാഹനം ഇതിലൂടെ കടന്നുപോയ സമയത്ത് അതിനെ പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല. പാലക്കാട് നഗരത്തിലെ IMA ജംഗ്ഷനിൽ വെച്ചായിരുന്നു SFI പ്രവർത്തകർ കരിങ്കൊടിയുമായി ഗവർണറുടെ വാഹനത്തിന് നേരെ പാഞ്ഞെടുത്തത്. ആ സമയത്ത് തന്നെ പോലീസ് കൃത്യമായി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. SFIയുടെ ജില്ലാ ഭാരവാഹികളുടെ നേതൃത്വത്തിലായിരുന്നു കരിങ്കൊടി കാണിച്ചത്. 5 അംഗ സംഘത്തെ അപ്പോൾ തന്നെ പോലീസ് അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് മാറ്റി. ഇനി ഈ പരിപാടി കഴിഞ്ഞ് ഗവർണർ പുറത്തേക്ക് ഇറങ്ങുമ്പോഴും SFIയുടെ പ്രതിഷേധമുണ്ടാകും എന്നാണ് അറിയിക്കുന്നത്. ഒലവക്കോട് വഴിയാണ് ഇന്ന് പാലക്കാട് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷൻ വഴിയാണ് അദ്ദേഹം മടങ്ങിപ്പോകുന്നത്. ആ ഇടത്തും ആ വേളയിലും SFI പ്രവർത്തകർ ഗവർണർക്ക് നേരെ കരിങ്കൊടി കാട്ടി. ഇന്ന് പാലക്കാട് വെച്ചാണ് കരിങ്കൊടി പ്രതിഷേധമുണ്ടായത്. 24 മണിക്കൂറിനിടെ കൊച്ചിയിൽ വിവിധ കേസുകളിലായി 114 പേരെ പിടികൂടിയതായി കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ A. അക്ബർ. വധശ്രമം ഉൾപ്പെടെയുള്ള ക്രിമിനൽ കേസ് പ്രതികളാണ് പിടിയിലായവരിൽ കൂടുതലും. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പരിശോധന ശക്തമാക്കും. കളമശ്ശേരി സ്ഫോടന കേസിലെ കുറ്റപത്രം സമയബന്ധിതമായി സമർപ്പിക്കുമെന്നും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞു. ഓപ്പറേഷൻ ജാഗ്രത എന്ന് പേരിട്ട ഈ സ്പെഷ്യൽ ഡ്രൈവിൻ്റെ ഭാഗമായി 400ഓളം പോലീസ് ഉദ്യോഗസ്ഥരെ 90 ടീമുകളായിട്ട് വിഭജിച്ച് അവരുടെ നേതൃത്വത്തിലാണ് ഈ സ്പെഷ്യൽ ഡ്രൈവ് നടത്തിയത്. ഏകദേശം 194 സ്ഥലങ്ങളിൽ പോലീസ് ഇന്നലെ റെയ്ഡ് നടത്തുകയുണ്ടായി. അതിൻ്റെ ഭാഗമായി 114 അറസ്റ്റുകൾ നടത്തിയിട്ടുണ്ട്. ഈ അറസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് വളരെ ലോങ് പെൻഡിങ് കേസുകളിൽ പിടികിട്ടാപ്പുള്ളികളായിട്ടുള്ള ആളുകൾ, കോടതിയിൽ നിന്നും നോൺ ബെയിലബിൾ വാറണ്ട് പെൻഡിങ്ങുള്ള പ്രതികൾ, അതുകൂടാതെ ഓൾറെഡി പോലീസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി വരുന്ന ക്രൈം കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രതികൾ. അങ്ങനെ ടോട്ടൽ 114 പേരെയാണ് 24 മണിക്കൂറിനുള്ളിൽ കൊച്ചി സിറ്റി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ക്രമസമാധാന പരിപാലനം കൂടുതൽ കാര്യക്ഷമമാക്കുക എന്നുള്ള ദൗത്യം പോലീസിനുണ്ട്. അത് വരും ദിനങ്ങളിൽ ഇലക്ഷനോട് അടുക്കും തോറും കൂടുതൽ ഇത്തരത്തിലുള്ള പ്രിവെൻറ്റീവ് ആക്ഷൻസും NDPS ഡ്രൈവും വാഹന പരിശോധനയും മറ്റു കാര്യങ്ങളും പോലീസ് കൂടുതൽ കർക്കശമായിട്ട് കൊച്ചി സിറ്റിയിൽ നടപ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. രാഹുൽ വിജയൻ വിവരങ്ങളുമായി. രാഹുൽ, ഇപ്പോഴത്തെ പോലീസ് നടപടി ഏത് സാഹചര്യത്തിലാണ് എന്നാണ് അവർ വ്യക്തമാക്കിയത്? അനുജ, ഓരോ ഇടവേളകളിലുമുള്ള സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായിട്ടാണ് ഈ പരിശോധന ഇന്ന് നടന്നത്. ഇന്നലെ രാവിലെ മുതലാണ് ഈ പരിശോധന പ്രത്യേക പോലീസ് സംഘത്തിന്റെ നേതൃത്വത്തിൽ നടന്നത്. 114 പ്രതികളെ പിടികിട്ട പുള്ളികൾ അടക്കം, അതുപോലെ തന്നെ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകളിൽ കേസിൽ അകപ്പെട്ടിരിക്കുന്നവർ മാത്രമല്ല ഈ ജാമ്യത്തിലിറങ്ങി മുങ്ങി നടക്കുന്നവർ അടക്കമുള്ള ആളുകൾ ഈ പിടിയിലായവരുടെ പട്ടികയിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവരിൽ കൂടുതൽ പേരെയും മറ്റു ജില്ലകളിലാണ്, അതായത് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പരിധിയിൽ വരുന്ന സ്റ്റേഷനുകളിലുള്ള കേസുകളിൽ പെട്ടവരാണെങ്കിലും ഇവരെ പിടികൂടിയിരിക്കുന്നത് കൂടുതലും മറ്റ് ജില്ലകളിൽ നിന്നാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ സൈബർ സെല്ലിന്റെ സഹായവും ഈ പരിശോധനയ്ക്കായി ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതും കമ്മീഷണർ എടുത്തു പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സാഹചര്യം ആയതുകൊണ്ട് തന്നെ പരിശോധനകൾ കൂടുതൽ ശക്തമാക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ ഹോം ഷീൽഡ് സയന്റിഫിക് വാട്ടർ പ്രൂഫിംഗ് സൊല്യൂഷൻസ്.